അവനവൻ കൊരുക്കുന്ന കൊരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാൽ. നമ്മുടെ ഗോവിന്ദമാഷ് പറഞ്ഞതുപോലെ ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? കോട്ടും സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഒന്ന് നാട് കാണാൻ മുഖ്യൻ പറഞ്ഞതിന് പിന്നാലെ ഇവിടെ പ്രശ്നത്തോട് പ്രശ്നം. ന്യായീകരണ തൊഴിലാളികളെ വെച്ച് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ട് ഒന്നുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയതോടെ ഇനി ഈ പ്രശ്നത്തിൽ ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് മേയറുടെ കേസിൽ നിന്ന് നൈസിന് ഗോവിന്ദമാഷ് തലയൂറി. മേയറെ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ അടുത്തത് കളക്ടറായി. എന്തിനിടെ ഇതിനൊരു അന്ത്യമില്ല എന്ന് ഗോവിന്ദമാഷ്. അതിലൊന്നും പ്രതികരിക്കാതെ കണ്ണു മടച്ചിരുന്നപ്പോഴാ അപ്പതാ പുതിയതൊന്ന് വേറെ. ഗേറ്റിന് മുന്നിൽ CPM സ്ഥാപിച്ച കൊടിമരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ഓഫീസുകൾ മാറി മാറി കയറിയിറങ്ങിയവരാണ് ചേർത്തല മരുത്തൂർ വെട്ടം സ്വദേശി അഞ്ജലിയും കുടുംബവും. പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ല. 7 മാസമായി സാധനങ്ങൾ ഇറക്കാൻ കഴിയാതെ വീടിന്റെ നിർമ്മാണം കൂടി മുടങ്ങിയതോടെ അഞ്ജലിയും മറ്റ് ബന്ധുക്കളായ സ്ത്രീകളും ചേർന്ന് ആ കൊടിമരം സ്വയം അങ്ങ് പിഴുതെടുത്ത് മാറ്റി സ്ഥാപിച്ചു. കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത് പോലെ പ്രായമായൊരു സ്ത്രീ ആ കൊടി പിടിച്ച് കുലുക്കിയിടാൻ നോക്കിയിട്ടും ഇല്ല, ഞാൻ വിട്ടുതരില്ലെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലേ നമ്മുടെ സഖാവേട്ടൻ. ഇനി വിഷയത്തിലേക്ക്. ആദ്യം ടെമ്പററി ആയിട്ട് സ്ഥാപിച്ചതാണെങ്കിലും പിന്നീടത് സിമന്റ് ഒക്കെ ഇട്ട് ആ കൊടി നടവഴിയിൽ തന്നെ അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. പരാതി കൊടുത്തിട്ട് 8 മാസമായിട്ടും ഒരു തീരുമാനമാകാതെ വന്നപ്പോൾ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ചേച്ചിമാരങ്ങിറങ്ങി. കമ്പിപ്പാരയും കമ്പിയുമൊക്കെ അങ്ങ് എടുത്ത് അതങ്ങ് തകർത്തു. എന്നാൽ അത് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് തടഞ്ഞ വാർഡ് മെമ്പർക്ക് പെൺപുലികളുടെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ട അവസ്ഥയുമായി. കൂട്ടത്തിൽ ആ ചേച്ചിമാർ ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളും ഈ കൊടിയുടെ ആളുകളാണ് ചേട്ടാന്ന്. എന്നാ ചേട്ടൻ ഇതൊക്കെ കേൾക്കാൻ എവിടുന്ന് സമയം? ഇല്ല, ഈ കൊടി ഞാൻ വിട്ടുതരില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയല്ലായിരുന്നോ? ഒടുവിൽ എന്തായി? ചേർത്തലയിൽ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തി വഴിയിൽ CPM സ്ഥാപിച്ച കൊടിമരം പൊളിച്ചു നീക്കി. കൊടിമരം നീക്കണമെന്ന അഭ്യർത്ഥന നിരസിച്ചതോടെ ചേർത്തല വെളിങ്ങാട്ടുചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കം 136 പേർ CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേർന്നു. കൊടിമരവും കോൺക്രീറ്റ് അടിത്തറയും നീക്കണമെന്ന അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ വന്നപ്പോൾ സ്ത്രീകൾ ഒന്നിച്ചെത്തി നീക്കം ചെയ്യുകയായിരുന്നു. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞ് ആനന്ദ തുന്തിലിനായി വിദേശ ട്രിപ്പിന് പോയ മുഖ്യൻ തിരിച്ചു വന്നപ്പോൾ ഉള്ളതും കൂടി പോകുന്ന അവസ്ഥയിലാണെന്ന് അദ്ദേഹം ഉണ്ടോ അറിയുന്നു. അതിനിടയിൽ മികച്ച കളക്ടർക്കുള്ള അവാർഡ് നൽകി ആദരിച്ച നമ്മുടെ തിരുവനന്തപുരം കളക്ടർ ഒപ്പിച്ച പണി മറ്റൊരു ഭാഗത്ത്. ഫേമസ് ആകാൻ എന്തൊക്കെ ചെയ്യായിരുന്നു, ഇതിപ്പോ ഒരു 1.5 പണിയായിപ്പോയി. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ OP ചീട്ടും എടുത്ത് മണിക്കൂറുകൾ കാത്തുനിന്ന് ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്ന ജനങ്ങൾ ഒരു ഭാഗത്ത്, തിരക്കിട്ട് അവരെ പരിശോധിക്കുന്ന ഡോക്ടർമാരാകട്ടെ മറ്റൊരു ഭാഗത്ത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് ഒരു സർജൻ കളക്ടറുടെ വീട്ടിൽ എത്തണമെന്ന് പറഞ്ഞ് ഒരു കോൾ വന്നു. വിളിച്ചത് കളക്ടറല്ലേ, തിരക്കാണെന്ന് പറഞ്ഞു നോക്കി. പിന്നീടുള്ള മറുപടി വന്നിരിക്കണമെന്ന ഓർഡറായിരുന്നു. ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഈ തിരക്കൊക്കെ മാറ്റിവെച്ച് സർജൻ പെട്ടെന്ന് കളക്ടറുടെ വീട്ടിലേക്ക് പോകാൻ സൂപ്രണ്ട് ഉത്തരവിട്ടു. തിരക്കിനിടയിൽ നിന്ന് എമർജൻസിയായി രോഗിയെ കാണാൻ പോയ ഡോക്ടറാകട്ടെ കളക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂറോളം കട്ട പോസ്റ്റ്. ഒടുവിൽ കണ്ടപ്പോഴോ കളക്ടറുടെ അസുഖം എന്തായിരുന്നു എന്നറിയണ്ടേ? കുഴിനകം. പിന്നെ പറയണ്ടല്ലോ പുകില്. തിരുവനന്തപുരം കളക്ടർ കുഴിനഖ ചികിത്സയ്ക്കായി സർക്കാർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെന്ന പരാതി. OP ചികിത്സ മുടക്കിക്കൊണ്ടാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ കളക്ടറുടെ വീട്ടിലെത്താൻ നിർബന്ധിതനായത്. ജെറോമിക് ജോർജിന്റെ നടപടി ഫ്യൂഡൽ മനോഭാവം നിറഞ്ഞതെന്നും ആവർത്തിച്ചാൽ സമരമെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ മുന്നറിയിപ്പ് നൽകി. ആശുപത്രിയിലെത്തിയാൽ പ്രത്യേക പരിഗണന കിട്ടുമെന്നിരിക്കെ മണിക്കൂറുകൾ OP നിർത്തിവെച്ചുകൊണ്ട് ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച് കളക്ടറുടെ നടപടി ഫ്യൂഡൽ നടപടിയാണെന്നാണ് ആരോപണം. നല്ലൊരു മേയറും നല്ലൊരു കളക്ടറും. ആഹാ, തിരുവനന്തപുരത്തിന്റെ കാര്യം ഗദാഹുവ. ഇതൊന്ന് ഒത്തുതീർക്കാമെന്ന് വെച്ചാലോ, ഈ കളക്ടർ ആള് വില്ലാളി വീരൻ തന്നെ. പരാതി പറയാൻ പോയ ഡോക്ടർമാർ കേട്ടത് കളക്ടറുടെ പേരിലുള്ള സമാനമായ മറ്റൊരു പരാതിയായിരുന്നു. സംഘടനാ തലത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 3-4 മാസങ്ങൾ മുമ്പേ സമാനമായ അനുഭവം നമ്മളുടെ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട മോഡൽ ആശുപത്രിയിൽ നിന്നും ഇതുപോലൊരു ഡോക്ടറെ
ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആഹാ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. കേട്ടപാടെ ന്യായീകരണ തൊഴിലാളികൾ എത്തി. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒന്നും പോയി ചികിത്സിച്ചില്ലല്ലോ, 50,000 രൂപയുടെ ഗ്ലാസ് വാങ്ങിയില്ലല്ലോ, ഒരു സർക്കാർ ഡോക്ടറുടെ സേവനം മാത്രമല്ലേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു വരവ്. അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക, ഇതൊക്കെ ചെയ്തത് ആരായിരുന്നു? പിന്നെ പറയുമ്പോൾ ആരും മോശക്കാരായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കമന്റുകളിൽ കിടക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, ഇത് നമ്മുടെ ലിഫ്റ്റ് കളക്ടർ അല്ലേ എന്ന്. 2 ലിഫ്റ്റാണ് കളക്ടറേറ്റിലുള്ളത്. അതിൽ ഒരു ലിഫ്റ്റ് ഇത്തരത്തിൽ പിടിച്ചെടുത്തു. കളക്ടർ രാവിലെ അദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ 9:45 ഇറങ്ങുന്നത്. പക്ഷേ 9 മണി മുതൽ പിടിച്ചിടുന്നു. അദ്ദേഹം 10:15 ഓഫീസിലെത്തുന്ന സമയമാണെങ്കിൽ ചില ദിവസം പരിപാടികളുണ്ടെങ്കിൽ അദ്ദേഹം 11 മണിയോ അത് കഴിയുകയോ ചെയ്യും. അതിൽ മാർച്ച് 2-ാം തീയതി ഞങ്ങൾ അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുമ്പോൾ 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. കാത്തു നിൽക്കാൻ കഴിയാത്ത രാജാവിനായി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്ന ലിഫ്റ്റും കളക്ടറേറ്റിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. 7 നില കയറിയിറങ്ങേണ്ടി വന്നാലും തിരക്ക് കൂടിയാലും കളക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വരുന്നത് വരെ ഒരു ലിഫ്റ്റിൽ മറ്റാർക്കും പ്രവേശനമില്ലത്രേ. ആഹാ, എത്ര നല്ല ആചാരങ്ങൾ! ഇനിയും ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒത്തിരിയുള്ള സ്ഥിതിക്ക് പറയാനും ഏറെയുണ്ട്. കാണാം, കണ്ടുമുട്ടാം.